മറ്റൊരു കാര്യം, ഈ മഹാരാജാസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. ആ കോളേജ് നിരന്തരം ഒരു സംഘർഷ ഭൂമിയായി മാറുകയാണ്. ഇന്നലെയും സംഘർഷമുണ്ടായി. ഇന്നിപ്പോൾ എന്താണ് കോളേജിലെ അവസ്ഥ? ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്നലെയാണ് KSU-SFI ഫ്രറ്റേണിറ്റി പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കേറ്റം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഇന്നിപ്പോൾ കോളേജ് അടച്ചിടുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇന്ന് ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ നടക്കുക. ഇന്ന് രാവിലെ 10:30 ഈ എല്ലാ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും വിളിച്ച് യോഗം ചേരും. അത് രാവിലെ 10:30 യോഗം നടക്കുക. എന്തായാലും ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇടമായി ആ ഒരു കലാലയം മാറുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ ഒരു സംഭവമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. തുടർന്ന് കോളേജ് അടച്ചിടേണ്ട സ്ഥിതിയിലേക്ക് വരുന്നു. അതിനുശേഷം കോളേജ് തുറന്ന് പ്രവർത്തിച്ചിട്ട് അധികം നാളായിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് കോളേജ് അടച്ചിടുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ നടക്കുക. ഒപ്പം തന്നെ ഇന്ന് 10:30 ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ വിളിച്ചു ചേർത്ത ഒരു യോഗം ഇന്ന് നടക്കാനിരിക്കുകയാണ്. രാവിലെ ശരി എബി, പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളാണ് എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.